യൂറോളജി വിഭാഗത്തിൽ ലേസർ ചികിത്സ പോലുള്ള അത്യാധുനിക ചികിത്സാ രീതികൾ ഉപയോഗിച്ച് ചിലവ് കുറവിലും വേഗത്തിലും സുരക്ഷിതമായും സുഖപ്പെടുത്തുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞാൽ അന്ന് തന്നെ നിങ്ങൾക്ക് വീട്ടിൽ പോകാം. മിംസ് ഹോസ്പിറ്റൽ, വണ്ടൂർ. ഹോട്ടലുകളുടെ പ്രവർത്തനം തടസ്സപ്പെടാതിരിക്കാൻ ഗ്യാസ് വിതരണത്തിൽ മുൻഗണന നൽകണമെന്ന് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ നിലമ്പൂർ യൂണിറ്റ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നിലമ്പൂരിലും ഹോട്ടലുകൾ പ്രതിസന്ധി നേരിടുന്നുവെന്നും സർക്കാർ തലത്തിൽ അടിയന്തര നടപടികൾ വേണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. നിലമ്പൂരിൽ പുലർച്ചെ മുതൽ യാത്രക്കാർ കൂടുതലെത്തുന്ന ടൌണാണ്. രാജറാണിയിൽ വന്നിറങ്ങി വയനാട്, നീലഗിരി ഭാഗത്തേക്കും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലേക്കും പോകുന്നവർ ഭക്ഷണത്തിനും മറ്റ് പ്രാഥമികാവശ്യങ്ങൾക്കും ഹോട്ടലുകളെയാണ് ആശ്രയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹോട്ടലുകളുടെ പ്രവർത്തനം തടസ്സപ്പെടുന്നത് ഏറെ പേരെയാണ് ബാധിക്കുക. ഇന്ധന ലഭ്യത കുറഞ്ഞ നിലവിലെ സാഹചര്യത്തിൽ ഹോട്ടലുകളെ ആവശ്യ സർവീസിൽ ഉൾപ്പെടുത്തി ഇന്ധനം എത്തിക്കുന്നതിന് അനുമതി നൽകണമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഏറ്റവും കൂടുതൽ ജനങ്ങൾ സ്വയം തൊഴിൽ കണ്ടെത്തി ഉപജീവന മാർഗം കണ്ടെത്തുന്നതും അനേകം കുടുംബങ്ങൾക്ക് സംരക്ഷണം ഒരുക്കുന്നതുമായ ഹോട്ടൽ മേഖലയെ സംരക്ഷിച്ച് നിർത്തേണ്ടത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഉത്തരവാദിത്വമാണ്, കടമയാണ്. നമുക്കറിയാം, നമ്മുടെ മലപ്പുറം ജില്ലയിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഹോട്ടലുള്ള ഒരു ജില്ലയാണ്. അപ്പോൾ LPG സിലിണ്ടർ ലഭിക്കുന്നില്ലാത്ത കാരണത്താൽ, അല്ലെങ്കിൽ ഇന്ന് സർക്കാരുകൾ തീരുമാനമെടുത്തിരിക്കുന്നത് ഹോട്ടലുകൾക്ക് സിലിണ്ടർ കൊടുക്കേണ്ട എന്നുള്ളതാണ്. ആ നയം തിരുത്തണമെന്നാണ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ഭാരവാഹികൾ എന്ന നിലയിൽ ഞങ്ങൾക്ക് എടുത്തു പറയാനുള്ളത്. നമുക്കറിയാം, നിലമ്പൂർ ടൗൺ അടക്കം വരുന്ന ആയിരക്കണക്കിന് വരുന്ന ജനങ്ങൾക്ക് രാവിലെ ടൗണിലേക്ക് എത്തിയാൽ അവർക്ക് പ്രാഥമിക കർമ്മങ്ങൾ എല്ലാം നടത്തേണ്ടത് ഈ ഹോട്ടലാണ്. നിലമ്പൂരിൽ തിരുവനന്തപുരത്തു നിന്നും രാജറാണി ട്രെയിൻ വെളുപ്പിന് നിലമ്പൂർ വന്നാൽ ഇവിടെ നിന്നും ഗൂഡല്ലൂരിലേക്കും അതേപോലെ തന്നെ ബത്തേരിയിലേക്കും മഞ്ചേരിയിലേക്കും ഒക്കെ പോകേണ്ട അനേകം യാത്രക്കാർ നിലമ്പൂരിലുള്ള ഹോട്ടലുകളെയാണ് പ്രാഥമിക കർമ്മങ്ങൾ നടത്താൻ വേണ്ടി അവർ കണ്ടെത്തുന്നത്. അപ്പോൾ നിലമ്പൂരിലുള്ള അല്ലെങ്കിൽ ഹോട്ടലുകൾക്ക് ഗ്യാസ് സിലിണ്ടർ കിട്ടാത്ത ഒരവസ്ഥ വന്നാൽ ഇത് വ്യാപകമായിട്ടുള്ള ഒരു ദുരന്തം തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ സാധിക്കുകയില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആയിരക്കണക്കിന് കുടുംബങ്ങൾ ഒരു ഹോട്ടലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 10 കുടുംബം മുതൽ 50 കുടുംബങ്ങൾ വരെയാണ് മിനിമം ഒരു ഹോട്ടലിൽ ജീവിതമാർഗം കണ്ടെത്തുന്നത്. അത് ഇത്രയും കുടുംബങ്ങൾ, അതോടൊപ്പം മത്സ്യ മാംസ വ്യാപാരം നടത്തുന്ന തൊഴിൽ മേഖലകളിലും പച്ചക്കറി നടത്തുന്ന മേഖലകളിലും എല്ലാം ഈ ഹോട്ടൽ മേഖല അടച്ചിടുന്നതോടുകൂടി ഗ്യാസ് കിട്ടാത്തതിനാൽ പ്രതിസന്ധി നേരിടുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മുടെ നിലമ്പൂർ പ്രദേശത്തായിരുന്നാലും ഏകദേശം 50% ഹോട്ടലുകൾ ഇപ്പോൾ അടഞ്ഞു കിടക്കുകയാണ്. നമുക്കറിയാം, ഇപ്പോൾ ഈ റംസാൻ മാസമായതുകൊണ്ട്, നോയമ്പുകാലമായതുകൊണ്ടും നിലമ്പൂരിലുള്ള 50% ഹോട്ടലുകൾ അടഞ്ഞു കിടക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ തുറന്ന് പ്രവർത്തിക്കുന്ന ഹോട്ടലുകൾക്ക് പോലും ഗ്യാസ് കുറ്റി ലഭിച്ചുകൊണ്ടിരിക്കുക. പ്രതിസന്ധി ഗാർഹിക മേഖലകളിലേക്ക് കൂടി വ്യാപിക്കുമെന്ന ആശങ്കയുമുണ്ടെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. യൂണിറ്റ് പ്രസിഡന്റ് സ്കറിയാക് നാന്തോപ്പിൽ, ജില്ലാ വൈസ് പ്രസിഡന്റ് അനസ് യൂണിയൻ, സെക്രട്ടറി ഷാനവാസ് സിറ്റി പാലസ്, ട്രഷറർ P. മോഹൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.